നമുക്കിന്ന് ഇവിടെ ഒരു അടിപൊളി ബീഫ് ബിരിയാണി തയ്യാറാക്കാം. അതിനായിട്ട് ബീഫ് നല്ല വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 മീഡിയം ഉള്ളി കട്ട് ചെയ്ത് വെക്കാം. പിന്നെ 3 വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 വലിയ തക്കാളി പഴുത്ത് നോക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില എടുത്ത് വെക്കാം. ഇനി കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പുതിന, മല്ലിച്ചപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കാം. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 6 kg ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് മീഡിയം സൈസിലുള്ള ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ല രീതിക്കൊന്ന് പൊരിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്കാകുമ്പോൾ അത് കോരിയെടുക്കാം. ഇനി അതൊരു പാത്രത്തിലിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചില്ലി ഇട്ട് കൊടുക്കാം. അതിലത് പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് വരും. ഇനി അതിൽ നിന്ന് ഓയിൽ മാറ്റിയെടുക്കാം. ഇനി എടുക്കുന്ന ഓയിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഇതും നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. വേവാത്തതുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പുതിന, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ ലെമണ് ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഉപ്പിട്ടിട്ട്
ഒന്ന് മിക്സാക്കി എടുക്കാം. ബീഫിൽ ഉപ്പിട്ടത് കൊണ്ടാണ് ഉപ്പിടാതിരുന്നത്. ഇനി വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കളറില്ലാന്ന് തോന്നിയത് കൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുത്ത് അടച്ച് വെക്കാം. ഇനി അതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെക്കാം, ലാസ്റ്റ് ദമ്മിടുമ്പോൾ ഇട്ട് കൊടുക്കാൻ. ഇനി നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുത്ത് അടച്ച് വെക്കാം. ഇപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. നെയ്ച്ചോറിന് വേണ്ടിയിട്ട് 1.25 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അത് നല്ല രീതിക്കൊന്ന് കഴുകിയെടുത്ത് ഒരു അരിപ്പയിൽ ഇട്ട് വെക്കാം. ഇനി നെയ്ച്ചോറ് വെക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പാത്രം എടുത്ത് വെക്കാം. ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിട്ട് കഴിഞ്ഞാൽ. ഇനി അതൊന്ന് മിക്സാക്കി എടുക്കാം. ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.25 കപ്പ് അരിക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3.5 കപ്പ് വെള്ളമാണ്. 3.25 കപ്പ് വെള്ളം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പാകമാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ല രീതിക്കൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചാൽ പെട്ടെന്ന് ഇത് വെള്ളം തിളച്ച് കിട്ടും. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അരിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ല രീതിക്കൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ ഇങ്ങനെ മൂടാതെ വെക്കുക. നല്ല രീതിക്ക് തിളച്ചതിന് ശേഷം അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. ആദ്യം മസാല ഒരു പാത്രത്തിലിട്ട് വെക്കുക. ഇനി അതിൻ്റെ മേലെ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. ഇനി സ്പൂൺ വെച്ച് ഇതൊന്ന് പരത്തി കൊടുക്കാം. അതിലുള്ള ബേ ലീഫ് എടുത്തു മാറ്റാം. ഇനി ഇതിൻ്റെ മേലെ മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ദമ്മിട്ട ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണിയാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.